ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമരം, മദ്രസകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമരം. അതുകൊണ്ട് പള്ളികൾ എന്ന് പറഞ്ഞാൽ, മദ്രസകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല. 1921 ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന നിയമം എന്റെ പ്രിയപ്പെട്ട ലീഗ്. പിന്നെ എങ്ങനെ നമ്മൾ പള്ളിയൊക്കെ ഉണ്ടാക്കിയ പുതിയ പള്ളികൾ? പഴയ പള്ളി പൊളിച്ചെങ്ങനെ പുതിയ പള്ളി ഉണ്ടാക്കി അറിയോ? 1940 ആഗസ്റ്റ് മാസം 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നോ? കോൺഗ്രസ് കൊണ്ടുവന്നില്ല. 1952 രാജാജി മന്ത്രിസഭ 56 നവംബർ 1 കേരളം ഉണ്ടായത്. അതിനു മുമ്പ് തിരുവിതാംകൂർ വേറെ, തിരുകൊച്ചി വേറെ, മലബാർ വേറെ. മലബാർ ഭരിക്കുന്നത് മദ്രാശി ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി രാജാജി. ആ മന്ത്രിസഭയിൽ ലീഗിന് വലിയ സ്വാധീനം. ആരാ പറഞ്ഞത്? നിങ്ങളെ നാട്ടുകാരനല്ലേ KP മജീദ് അല്ലെ? ഇവിടുത്തെ തന്നെയല്ലേ? മൂപ്പരോട് ചോദിച്ചു നോക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് KP മജീദ് സാഹിബ് പറഞ്ഞെന്താ? വേണ്ടി വന്നാൽ കോൺഗ്രസുമായി തെറ്റിയപ്പം പറഞ്ഞതാ, വേണ്ടി വന്നാൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. ഞങ്ങൾ 52 മത്സരിച്ച ചരിത്രമുണ്ട്. ഞങ്ങൾക്ക് 5 MLA-മാരുണ്ടായിരുന്നു. ശരിയാ, ഉപ്പി സാഹിബ്, സീതി സാഹിബ് കൊണ്ടുവന്നില്ല. പിന്നെ എങ്ങനെ പള്ളി ഉണ്ടായത് അറിയോ? ലീഗിന്, യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർക്ക് ഇല്ലേ? കേട്ടോ, ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന 1957 സഖാ VMS-ന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ. 1987 ഏപ്രിൽ മാസം 5 വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത EMS-ന്റെ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ജന്മനാടായ പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ വന്ന് തിരിച്ചു പോകുമ്പോ കുറെ ആളുകൾ നിവേദനം കൊടുത്തു. ആര്? മുസ്ലിംകൾ. മുസ്ലിം ലീഗ് അല്ല, ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല, മദ്രസ ഉണ്ടാക്കാൻ കഴിയില്ല. പോയി നോക്ക്, പുലാമന്തോൾ പള്ളി, 57 പള്ളി, EMS പള്ളി എന്നറിയപ്പെടുന്ന പള്ളി തറക്കല്ലിട്ടത് സഖാ VMS. EMS പറഞ്ഞു, എനിക്ക് ഇത്തിരി സമയം എന്താ, ഞാൻ തിരുവനന്തപുരത്തെത്തട്ടെ. സഖാ VMS തിരുവനന്തപുരത്തെത്തി. 1987 ജൂലൈ മാസം 7 സഖാ VMS-ന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി. എന്റെ പ്രസംഗത്തിന് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ എവിടെങ്കിലും കുത്തിരുന്നിട്ട് വല്ല ലീഗാരനും എഴുതുണ്ടെങ്കിൽ എഴുതിക്കോ, തെറ്റണ്ട. MA 14-16-00-57 PD തെറ്റണ്ട്. വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പോയി ഞെക്കി നോക്ക്, അപ്പൊ അങ്ങനെ തെളിഞ്ഞു വരും. എന്താ വരിക അറിയോ? 1987 ഈ മണ്ണിൽ പള്ളി ഉണ്ടാക്കാൻ സഖാ VMS-ന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഉത്തരവിന്റെ നമ്പറായി പറഞ്ഞത് ഞങ്ങൾ ഉണ്ടാക്കി. ജാതി മതം ചാത്തനും പോത്തനും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടുത്തെ മുസ്ലിം പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നത് ഞങ്ങൾ. എന്താ പോരാക? ഞാനിപ്പോ പോരുമ്പോ മലപ്പുറത്ത് MSP ക്യാമ്പ് ഷറഫലി, എങ്ങനെ ലീഗ് ഷറഫലി MSP-ന്റെ കമാൻഡന്റായി? നിങ്ങൾ പറയും പന്ത് കളിച്ചിട്ടുണ്ട്. പന്തല്ല, എന്ത് കുന്തം കളിച്ചിട്ടും കാര്യമല്ല. 1921 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം. എന്താ നിയമം? മലബാർ കലാ പഠിച്ചമർത്താൻ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പട്ടാളം നിയമം കൊണ്ടുവന്ന് ഈ MSP-യിലേക്ക് മുസ്ലിങ്ങൾ എടുക്കാൻ പാടില്ല. 47 നിയമം മാറ്റില്ല. 52 ലീഗിന് സ്വാധീനമുള്ള മന്ത്രിസഭ നിയമം മാറ്റിയില്ല. ആര് മാറ്റി? 1987 സഖാ VMS-ന്റെ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു MSP-യിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം. അങ്ങനെ ഷറഫലി അടക്കം 100 കണക്കിന് ചെറുപ്പക്കാർക്ക് പണിയിട്ട് 10% മുസ്ലിങ്ങൾക്ക് സംവരണം. എന്താ പറയുക? മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹരിജനങ്ങൾക്ക്, ഗിരിജനങ്ങൾക്ക്, പിന്നോക്കക്കാർക്ക് അല്ലേ? ഈ അവകാശങ്ങളൊന്നും ആകാശത്ത് ഇങ്ങനെ വന്നിറങ്ങിയതല്ല. കമ്മ്യൂണിസ്റ്റുകാർ ഈ ചെങ്കൊടി പിടിച്ച് സമരം ചെയ്ത്